ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോടുകൂടി കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. നോക്കാം. കാർഡ് ഷഫിൾ ചെയ്യാണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. ഇവിടെ 7 ഓഫ് വാൻഡ്സിന്റെ എനർജി ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. 4 ഓഫ് പെൻഡക്കിൾ, പേജ് ഓഫ് പെൻഡക്കിൾ, പേജ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. ഫൈവ് ഓഫ് സോർട്സ്. ഇവിടെ 7 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ എനർജിയാണ്. നിങ്ങളിലെ ചലഞ്ചിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. സ്വയം പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കാണിച്ചു തരുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് ഒരു എനർജി നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ അച്ചീവ്മെന്റ്, ഗ്രോത്ത് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. സെൽഫായിട്ടുള്ള എക്സ്പ്രഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. എന്താകണമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷത്തിലാണ് നിങ്ങളിലേക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, ഇവിടെ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് റിസ്കിനെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി റിസ്ക് ആണ്. ചിലപ്പോൾ വീഴാം, ചിലപ്പോൾ സക്സസിലേക്ക് എത്താം. നിങ്ങൾ വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ആക്ഷൻ എടുക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സക്സസിലെത്തും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ഷൈൻ, പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഡെവിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലം തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ റീഡിംഗ് കാണുന്ന നിമിഷം ഒത്തിരി പേർക്ക് അറിയായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അറിയായിരിക്കാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കാണുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്ന കാര്യം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കാണാനാണ്. പ്രോഗ്രസിനെയാണ് കാണേണ്ടത്, ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നു. സെൽഫ് ലവ് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് എത്തും, ഉറപ്പാണ്. ഇവിടെ കരിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂടി കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സിൽ നിങ്ങളുടെ വലതു കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ കരിയർ തന്നെയാണ്. നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ആക്ഷനെയാണ് കാണിക്കുന്നത്. ഇടത് കയ്യിൽ ബ്രൈറ്റ് ലൈറ്റ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ ആണ്, ക്രിയേറ്റീവ് ബിഗിനിങ് ആണ്. ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ എന്തിനെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ്. നിങ്ങളൊരു സ്പാർക്ക് മറ്റുള്ളവർ കാണുന്നുണ്ട്, ഒരു പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു മാറ്റം വന്നിട്ടുള്ളത്. ആസ് എ ഡ്രീമർ നിങ്ങൾ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സമയമായി എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക.
തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ. കിങ് ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് താൽക്കാലികമായിട്ട് മാറിപ്പോയപ്പോൾ നിങ്ങൾ ഒന്നുമല്ലാതിരുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. റിച്ച് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. സീക്കിംഗ് സ്റ്റാറ്റസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള പുരോഗതി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് പേർക്ക് മാറ്റം വന്നത് യൂണിവേഴ്സിൽ വിശ്വസിച്ച് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയപ്പോഴാണ്. ഇവിടെ നിങ്ങളുടെ എഫേർട്ട് യൂണിവേഴ്സ് കാണുന്നുണ്ട്. യൂണിവേഴ്സ് അതിന് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ പോകുന്നിടത്ത് എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രപഞ്ചമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഫോർ ഓഫ് പെൻഡക്കിളിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് വരുന്ന മെറ്റീരിയൽ അബഡൻസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണോ ആ കാര്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. സ്റ്റെബിലിറ്റി, സേവിങ്സ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്നിലേക്ക് വന്നിട്ടുള്ള എല്ലാ അബഡൻസിനും, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എന്നിൽ എത്തിക്കുന്നതിന് നന്ദി പറയുന്നു പ്രപഞ്ചമേ. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ യൂണിവേഴ്സ് നമ്മളിലേക്ക് സാധ്യമാക്കി തരുന്നത് നമ്മൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ്. എന്താണോ നീ ആഗ്രഹിക്കുന്നേ ജെനുവിൻ ആയിട്ടായിരിക്കണം. എന്തിലേക്കാണോ നിന്നെ യൂണിവേഴ്സ് എത്തിക്കുന്നത് അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയണം. നിങ്ങൾ അറിയാതെ തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫ് ഒരു പ്രോഗ്രസ്സിൽ എത്തിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തലകുമ്പിട്ട് നിൽക്കാതെ ഇന്ന് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ്. പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഒത്തിരി പേര് റീഡിങ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റീഡിംഗ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളോട് പുതിയ പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. മാനിഫെസ്റ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ബിഗിനിങ് എന്നാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഴിവെന്തെന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ സ്കില്ലിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ന്യൂ കരിയർ പാത്താണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തുക തന്നെയാണ്. മേക്കിംഗ് പ്ലാൻസ് എ റിയാലിറ്റി എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് സാധ്യമാക്കി തരും എന്ന് തന്നെയാണ് പറയുന്നത്. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളാക്കി വെക്കാതെ പൂർത്തീകരിക്കാനായിട്ട് പ്രവർത്തിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും എനർജി നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്തിരുന്നു എന്ന് കാർഡ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയ സമയത്തായിരിക്കാം എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, എല്ലാവരാലും ഞാൻ വേദനിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയിരുന്നു. ഒരു വ്യക്തിയുടെ രണ്ട് വശങ്ങളെ, രണ്ട് തലങ്ങളെ, രണ്ട് സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത്. എക്സ്പീരിയൻസിങ് ലോസ്, എല്ലാം നഷ്ടപ്പെട്ടു. യൂണിവേഴ്സിന്റെ ഭാഗമായി നിങ്ങൾ മാറിക്കഴിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. സക്സസ് എന്ന് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ആരുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ പറയുന്നത്, ആഗ്രഹിക്കുന്നത്. ഒരുപാട് ലെസൺസ് പഠിച്ചുകൊണ്ട്, പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ മറ്റുള്ള വ്യക്തികൾ ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആരാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് തിരിച്ചറിയുന്നു. പ്രപഞ്ചം കൂടെയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പോസിറ്റീവ് എനർജിയെ, ആ ഒരു ധൈര്യത്തെ, ആ ഒരു ആക്ഷനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിട്ടിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഫുൾ മൂൺ ആണ്.
കൂടുതലായിട്ട് നമുക്ക് കാർഡ് കിട്ടിയിട്ടില്ല, അതുകൂടി ഒന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓറക്കിൾ ഡെക്ക് എടുക്കാം കേട്ടോ. നിങ്ങളോട് അവർക്ക് തോന്നുന്ന ഫീലിങ്സിനെയാണ് നോക്കുന്നത്. ഓക്കെ, ഫുൾ മൂൺ നാളെയാണ്, അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. 2026 ഈ ഫുൾ മൂൺ ഇത് ഇനി കാണണമെങ്കിൽ 2029 ആവണം. നാളത്തെ ഫുൾ മൂൺ എല്ലാവരും കാണുക, അഫർമേഷൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തരൂ കേട്ടോ, ഉറപ്പാണ്. ഹെർമിറ്റ്, 7 of Cups, 8 of Swords, 5 of Wands. ഒരു കാർഡും കൂടി എടുക്കാം. Wheel of Fortune. നിങ്ങളുടെ പേഴ്സൺ ഒരു ഇല്യൂഷനിൽ പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് അതിൽ തന്നെ കാർഡിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അൺകോൺഷ്യസ് മൈൻഡിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട്. കാരണം നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്ത് പോയി, അവിടെ നിന്നും തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവർ. ഈ കാർഡിന് ശേഷമുള്ള കാർഡ്സൊക്കെ പറയുന്നത് അവരുടെ തിരിച്ചുവരവ് തന്നെയാണ്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ പ്രവർത്തനം മൂലം അൺകോൺഷ്യസ് മൈൻഡിലൂടെ പോയി ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രെയർ തന്നെയാണ്, അഫർമേഷൻസ് തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ ഫേസിങ് ഫിയറിനെ കാണിക്കുന്നുണ്ട്. അവർ ഭയക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുകയാണ്, സെൽഫ് ലവ് ചെയ്യുകയാണ്. അവരെ സ്നേഹിക്കുമോ, അവരെ മനസ്സിലാക്കുമോ എന്നുള്ള ചിന്ത, ഭയം ഇവിടെ കാണിക്കുന്നു. അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഇന്ന് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ ശരികൾ മനസ്സിലാക്കിക്കൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് വരികയാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലാണ് ഒരു പോസിറ്റീവ് എനർജി അവർ കണ്ടിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അഫർമേഷൻ ചെയ്യുക. ഇവിടെ ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. എനർജി ബ്ലെൻഡ് ചെയ്യാണ്. ജീവിതത്തിൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നു. ജീവിതത്തിന്റെ മധ്യപാതയിലാണ് ഞാൻ എന്നവർ തിരിച്ചറിയാണ്. ഞാൻ മിഡിൽ പാത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ മാറി നിന്നിട്ടുള്ളത്, അവിടെയും എനിക്ക് ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലുള്ളൊരു ജീവിതം കിട്ടിയിട്ടില്ല. എൻ്റെ പേഴ്സണിലേക്ക് ഞാൻ മടങ്ങി പോയിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവർ എത്തിയിട്ടുണ്ട്. മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ടെമ്പറൻസ് പറയുന്നത്. ക്ഷമയോടുകൂടി അവർ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങളാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത്. നിങ്ങളെയല്ലേ പ്രപഞ്ചം സപ്പോർട്ട് ചെയ്യണ്ടേ? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹെർമിറ്റിന്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ക്ഷമയോട് കൂടിയിട്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി താമസിക്കണം, ജീവിക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ കരിയർ അത്രമേൽ തിരക്കുള്ളൊരു കരിയറാണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഇന്ന് അവർ സോളിനെ അന്വേഷിക്കുകയാണ്. അവരുടെ സോളിനെ അവർക്ക് തന്നെ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുകയാണ്. മാക്സിമം എനർജി എടുത്തുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാനിപ്പോൾ തനിച്ചാണ്, എനിക്ക് ആരും ഇല്ല എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. അവരിലെ ഇന്നർ റിഫ്ലക്ഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സോൾ സെർച്ചിങ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അവർക്ക് കുറെ തിരിച്ചറിവ് വന്നിട്ടുണ്ട്, ഇന്നർ വിസ്ഡം. യൂണിവേഴ്സിന്റെ ഭാഗമായി നിങ്ങൾ മാറിക്കഴിഞ്ഞ നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണും തിരിച്ചറിവ് തന്നെയാണ്. തെറ്റിത്തിരുത്തിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ യൂണിവേഴ്സിനോട് അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു എനർജി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ 7 ഓഫ് കപ്സിന്റെ എനർജിയിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിലൊരു ആള് മാത്രമായിരുന്നു നിങ്ങൾ, ഒരു വ്യക്തി മാത്രമായിരുന്നു നിങ്ങൾ. എന്നാൽ ഇന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് നൽകുന്നുണ്ട്. തെറ്റ് തിരുത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്.
അവരുടെ ജീവിതത്തിൽ ഒരു ഓപ്ഷനായിരുന്നു നിങ്ങൾ. ഇന്ന് ലൈഫിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയാണ്. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. തീരുമാനം നിങ്ങളുടെയാണ്. ഇവിടെ 8 ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഫീലിംഗ് സ്റ്റക്കിനെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ അവര് കറക്റ്റ് ആയിട്ട് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ തന്നെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മ തന്നെയാണ് കാണിക്കുന്നത്. ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഓർമ്മയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് അവർ തിരിച്ചറിയാണ്. നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അവർ തിരിച്ചറിയുന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളാണ് ശരി എന്നവർ തിരിച്ചറിയാണ്. സത്യം എന്തെന്ന് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുകയാണ്. 5 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെയാണ് ആ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയത്. ഇന്ന് അവസരത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു, അവർ പ്രയത്നിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സുഹൃത്തുക്കളോ കൊളീഗ്സോ ഉണ്ട്. കാരണം നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കണം. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്കായി നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അവരുടെ സ്നേഹം ഇപ്പോൾ ആത്മാർത്ഥമുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവരെ സുഹൃത്തുക്കളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനോ നിങ്ങളോട് സംസാരിക്കുവാനും അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ ഫുൾ മൂൺ ആണ്. വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അത് നേടിയെടുത്തത് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. എങ്ങനെയാണ് ഫുൾ മൂൺ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ, അത്രമേൽ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളും അവരും തമ്മിൽ ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നു. ആ ബാഡ് കർമ്മ എൻ്റെ ആയിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്. ടേണിംഗ് പോയിന്റിനെയാണ് കാണിച്ചു തരുന്നത്. ഇന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ആഗ്രഹം നിങ്ങളിലേക്ക് വരിക എന്നതാണ്. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഒരു മാറ്റത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ചേഞ്ചിനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സന് മാറ്റം വന്നിട്ടുണ്ട്, തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അത് ഉറപ്പ് തന്നെയാണ്. നിങ്ങളിലേക്കുള്ള തടസ്സം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയാണ്. അത് മാറാൻ തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക. ഒരു ദിവസമോ 2 ദിവസമോ പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, സാധിച്ചതായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ സാധിക്കുള്ളൂ. റീഡിങ്സ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി മാത്രമാണ് ഇവിടെ സക്സസിൽ എത്തിക്കുക. ആസ് എ റീഡർ എനിക്ക് കാർഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എങ്ങനെ പ്രെയർ ചെയ്യണമെന്നേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെയാണ് ജീവിതം. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച് യൂണിവേഴ്സിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക, പ്രപഞ്ചത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക, ആ ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുമെന്നാണ്. ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു ഓറ ഉണ്ടെങ്കിൽ മാത്രമേ എന്തും നിങ്ങളിലേക്ക് വരുള്ളൂ, തിരിച്ചു വരുള്ളൂ. എങ്ങനെയാണ് പ്രെയർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. ഒത്തിരി പേർക്ക് ലൈഫ് മാറിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു വ്യക്തി മാത്രമാണ്, നിങ്ങളിൽ ഒരാൾ മാത്രമാണ്. നിങ്ങൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് ഓറക്കളിലേക്ക് നോക്കാം. എംബ്രേസ് ചേഞ്ച് നിങ്ങളുടെ എനർജിയാണ്. ടെൻഡർനെസ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്.
റൈറ്റ് ടൈമിംഗ്, കറക്റ്റ് ആയിട്ടുള്ള സമയത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. സമയമായി. ബാക്ക് ആൻഡ് ഫോർത്ത്. ഒരു കാർഡും കൂടി എടുക്കാം. മേക്കിംഗ് മാജിക്. മാജിക് സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു മാജിക് സംഭവിക്കുകയാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട്, ആഗ്രഹം വേണം, ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് സാധ്യമാകുള്ളൂ. ആഗ്രഹിച്ചില്ലെങ്കിൽ ഒന്നും സാധ്യമാവില്ല. അതും ആത്മാർത്ഥമായിട്ട് വേണം. വെറുതെ റീഡിങ്സ് കണ്ടുകൊണ്ട് ഒന്നോ രണ്ടോ റീഡിങ്സ് കണ്ടു, എൻ്റെ പേഴ്സണലിലേക്ക് വരുന്നില്ല, നിംസ് കുറേ ആയല്ലോ റീഡിങ്ങിൽ വരുന്നു എന്ന് പറയുന്നു. ഞാൻ എപ്പോഴും പറയുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സാധ്യമാകും, ഉറപ്പാണ്. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമാണ് ഇങ്ങനെ റീഡിങ്സിന് താഴെ കമന്റ് ഇടുന്നു എന്ന് തന്നെയാ പറയുന്നേ. എനിക്ക് അവരോടൊന്നും പറയാനില്ല, ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. നോക്കാം, കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാം. കാണുന്നുണ്ടോ? എംബ്രേസ് ചേഞ്ച് നിങ്ങളുടെ എനർജിയാണ്. ത്രൂ ചലഞ്ചസ് ട്രൂ കണക്ഷൻസ് ക്യാൻ ഫ്ലറിഷ്. വെല്ലുവിളികളിലൂടെ മാത്രമാണ് യഥാർത്ഥ ബന്ധം വളരുക എന്ന് പറയുകയാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായ നിമിഷം അവിടുന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ കഴിവെന്തെന്ന് മനസ്സിലായത്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലായത്. നിങ്ങളുടെ ഈ സൈലൻസ് തന്നെയാണ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇവിടെ യാത്രയാണ് കാണിക്കുന്നത്, ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയം മുതൽ ഈ ഒരു സമയം വരെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഒത്തിരി മാറിയിട്ടുണ്ട് നിങ്ങൾ. അത് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സ് അനുഗ്രഹം തരുന്നുണ്ട്. ടെൻഡർനെസ്, ഹാവിങ് എ ജെന്റിൽ സ്പിരിറ്റ് ആൻഡ് ബീങ് ഏബിൾ ടു കെയർ ഡീപ്ലി. സൗമ്യമായ മനസ്സ്, ആഴത്തില് കരുതാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കുക എന്ന് പറയുന്നേ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴേ സൗമ്യമായിട്ട് ഇരിക്കാൻ നിങ്ങളോട് പറയുന്നു. അവിടെയാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത്, കരുതൽ ഉണ്ടാകുന്നത്. ആദ്യമൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമാണ് കരുതൽ. നിങ്ങൾ അങ്ങോട്ടാണ് അവരെ കെയർ ചെയ്തിരുന്നത്, സപ്പോർട്ട് ചെയ്തിരുന്നത്, അത്രയേറെ നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ റിയൽ ഡീലിനെയാണ് കാണിക്കുന്നത്, ഗുഡ് മാച്ചിനെയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം അവർ വരുമ്പോൾ യഥാർത്ഥ സ്നേഹമാണോ തരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും അവരും ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. റൈറ്റ് ടൈമിംഗ് എന്നുള്ളൊരു കാർഡാണ്. ഹാവ് ഫെയ്ത്ത് ആൻഡ് വെയിറ്റ് അൺടിൽ യു ഫൈൻഡ് ദി റൈറ്റ് വൺ. യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അർഹമായത്, നിങ്ങളുടെ ദോഷത്തിന് വേണ്ടിയിട്ടല്ല യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആരുടെ മുന്നിൽ നിങ്ങൾ തോറ്റു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാത്തിരിക്ക്, സെൽഫ് ലവ് ചെയ്യ്, നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. നമ്മൾക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. ഒരാളെ കുറ്റപ്പെടുത്താൻ നമ്മൾ പോണ്ട. ഒരാളെ കുറ്റപ്പെടുത്താനായിട്ട് നമ്മൾക്ക് അർഹതയുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, ആ കാര്യങ്ങൾ ചെയ്യുക. ഹീലാവുക. ബാക്ക് ആൻഡ് ഫോർത്ത്. ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീയിങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവിടെ മനസ്സ് മാറിയിട്ടുണ്ട്, വൈകാരികമായിട്ട് ഒരു ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് അവര്. കാരണം വെച്ച് കഴിഞ്ഞാല് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ പ്രോഗ്രസ്, നിങ്ങളുടെ ഈ തിരിച്ചറിവ് കാണുമ്പോൾ അവർക്ക് ഭയമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം. നമുക്ക് നോക്കാം, ഒരു അനിശ്ചിതത്വം കാണിക്കുകയാണ്. അത് അവരുടെ ഭയം തന്നെയാണ് കാണിക്കുന്നത്. മേക്കിംഗ് മാജിക്, ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത് കേട്ടോ. എവറിത്തിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇല്യൂഷൻ.
എല്ലാം പൂർണ്ണതയുള്ളതായിട്ട് തോന്നുകയാണ്. എല്ലാം മിഥ്യയല്ല എന്ന് പറയുന്നത്. അതായത് കുറേ പേരെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇല്യൂഷനാണ്, മിഥ്യാധാരണയാണ്, വെറുതെ പറയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെയല്ല എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ മേക്കിംഗ് മാജിക്, ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ഇൻ ലവ് എന്നാണ്. സ്നേഹത്തിൽ വിശ്വസിക്കാനാണ് പറയുന്നത്, വിശ്വസിക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറയാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടത്? റീഡിംഗ് ഞാൻ നിർത്താണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.